ഇനി അങ്ങോട്ട് വിവിധ ഘട്ടങ്ങളിൽ LDC പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഒന്നാം ഘട്ടത്തിലെ തിരുവനന്തപുരം ജില്ലയുടെ ചോദ്യപേപ്പറിനെ മുൻനിർത്തി പഠിത്തത്തിൽ എക്സ്ട്രാ ആയിട്ട് കൂട്ടിച്ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ ചോദ്യപേപ്പറിനെ അഭിമുഖീകരിക്കുമ്പോൾ ചെയ്യേണ്ട ചില ടെക്നിക്കുകളും കുറച്ച് കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇത് മനസ്സിലാക്കി ഇതനുസരിച്ച് ചെറിയൊരു സ്മാർട്ട് വർക്ക് ചെയ്താൽ വലുതായിട്ടൊന്നും പഠിക്കാത്ത ആളാണ് നിങ്ങളെങ്കിലും ഇനിയുള്ള സമയം കൊണ്ട് പരീക്ഷ റാക്കിയാനുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ പറയുന്നത്. മുഴുവനായിട്ട് വീഡിയോ ഒന്ന് കേട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. എന്തായാലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല, അദ്ദേഹം ഉറപ്പ് തരുന്നു. അതിൻ്റെ പ്രൂഫ് സഹിതമാണ് ഞാനിവിടെ പറയുന്നത്. ഇന്നലെ PSC പ്രൊവൈഡ് ചെയ്ത ചോദ്യപേപ്പർ എന്ന് പറയുന്നത് അവരുടെ സൈറ്റിൽ വന്നത് കോഡ് A ചോദ്യപേപ്പറായിരുന്നു. ആ ചോദ്യപേപ്പർ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ കാണുന്നത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഞാൻ പല വീഡിയോകളിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ചോദ്യപേപ്പറിൽ ആദ്യമേ തന്നെ കാണുന്നതെങ്കിൽ ജസ്റ്റ് അതൊന്ന് അപ്പോൾ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം എളുപ്പമുള്ള ചോദ്യം ഒന്ന് മറിച്ച് നോക്കി എളുപ്പമുള്ള ഭാഗം വരുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ വൺ വേർഡായിട്ട് വരുന്ന ഭാഗങ്ങളുള്ള ചോദ്യങ്ങളൊന്നും നോക്കി ആ ചോദ്യങ്ങൾ ആദ്യം ഒന്ന് ചെയ്യുക. കാരണം അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്ന് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കൂടെ ഒരു കോൺഫിഡൻസ് ലഭിക്കും പരീക്ഷ എഴുതാൻ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകണം. ഈ ചോദ്യങ്ങളൊന്ന് തൽക്കാലത്തേനൊന്ന് മാറ്റി വെച്ച് ചോദ്യപേപ്പർ ഒന്ന് മറിച്ച് നോക്കുമ്പോൾ നമുക്ക് വേറെ എളുപ്പമുള്ള ചോദ്യങ്ങളടങ്ങുന്ന ഒരു ഭാഗം നമുക്ക് പെട്ടെന്ന് മറിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു 36ാമത്തെ ചോദ്യം തൊട്ടുള്ള ഭാഗങ്ങളാണ്. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്, അതുപോലെ അമോണിയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. ശരിക്കും ആ ചോദ്യങ്ങളെല്ലാം ജീവശാസ്ത്രം പൊതുജനാരോഗ്യം എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. 6 മാർക്കിൻ്റെ ഒരു ടോപ്പിക്കാണ് ഈ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം. യഥാർത്ഥ രീതിയിൽ ഈ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും പഠിക്കണ ഒരു 1400 പേജെങ്കിലും വരും. അത്രയും ഉണ്ട് കണ്ടൻറ്റ്. എന്നാൽ പ്രീവിയസ് ചോദ്യങ്ങൾ മാത്രം പഠിച്ച ഒരാൾക്ക് ഒരു 25 പേജിലൊതുങ്ങും ഈ ജീവശാസ്ത്രത്തിൻ്റെ പൊതുജനാരോഗ്യത്തിൻ്റെ മൊത്തം പ്രീവിയസ് ചോദ്യങ്ങൾ. മാക്സിമം 25 പേജ്. ആ പേജ് എണ്ണം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സിൽ ഞാൻ ഈ ബുള്ളറ്റ് പോയിൻറ്റുകൾ പോലെ പ്രീവിയസ് ചോദ്യങ്ങൾ PSCയുടെ സ്പെഷ്യൽ എഡിഷനിൽ നിന്നൊക്കെ എടുത്തിട്ട് കൊടുത്ത് കറക്റ്റ് 25 പേജ് ഉള്ളായിരുന്നു ഈ ഒരു ജീവശാസ്ത്രത്തിൻ്റെ. അപ്പോൾ അത് മാത്രം പഠിച്ചവർക്ക് ഈ എല്ലാ ചോദ്യങ്ങളും 6 മാർക്കിലെ ഭൂരിഭാഗം മാർക്കും കിട്ടുമായിരുന്നു. ആ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം PSC ഒക്കെ അറിയാവുന്നവർക്ക് എല്ലാം പ്രീവിയസ് ചോദ്യമാണ്. രക്തവുമായിട്ട് ബന്ധപ്പെട്ടത്, കരളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചോദ്യം, അക്രോമെഗാലി, പിന്നെ ലൈസോസൈമുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ മിഠായി കഴിക്കുന്ന ആ ഒരു സംഭവമൊക്കെ, ഇതെല്ലാം സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. പിന്നെ 44ാമത്തെ ഒരു ചോദ്യം കിടക്കുന്ന പരിസ്ഥിതി ആഗോള ആഘോഷങ്ങൾക്ക് അതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് പറഞ്ഞ് സൗദി അറേബ്യയാണ്. കഴിഞ്ഞ തവണ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോയിൽ വരെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം എഴുതാൻ പറ്റും. അത് ജീവശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പഠിച്ച ഒരാൾക്ക്, മുൻവർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ച ഒരാൾക്ക് ഒരു 6 മാർക്കിൽ മിനിമം ഞാൻ പറഞ്ഞ 5 മാർക്കെങ്കിലും ജീവശാസ്ത്രത്തിലെ കിട്ടുമായിരുന്നു. പ്രീവിയസ് ചോദ്യങ്ങൾ മാത്രം പഠിച്ച ഒരാൾക്ക്. അപ്പോൾ 400 പേജുള്ള വലിയ ജീവശാസ്ത്രം മൊത്തവും പഠിച്ചു തീർത്ത ആൾക്കും മുൻവർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ച ഒരാൾക്കും ആ ഭാഗത്ത് ചോദ്യം മുഴുവൻ കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ പറയും ഈ ഒരു ചെറിയ ഭാഗം തപ്പിയെടുത്ത് എളുപ്പമുള്ളത് മാത്രം പറഞ്ഞാലും 1ാമത്തെ ചോദ്യം തൊട്ട് ചെയ്തിരുന്നത് കാണാമായിരുന്നു. നമ്മൾ വീണ്ടും 1ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ളൊരു ചോദ്യമാണ്. എന്നാലും ആ ചോദ്യത്തിൽ എന്താണ് കിടക്കുന്നത്, ശരിയായ കാലഗണനാക്രമം അനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ഇൻസിഡൻസ് ഒന്ന് അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം, കേരള ചരിത്രത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മളൊരു LGS ലെവൽ പരീക്ഷയ്ക്ക് പഠിച്ചാൽ പോലും വർഷങ്ങൾ പഠിക്കേണ്ട കുറച്ച് ഇൻസിഡൻസ് ആണ് ഇവയൊക്കെ. ഇതൊക്കെ അത്യാവശ്യം പ്രീവിയസ് ചോദ്യങ്ങൾ മാത്രം പഠിച്ച ഒരാൾക്ക് പോലും ഇൻസിഡൻസ് ഒക്കെ ഇതൊക്കെ ഏത് വർഷമാണ് നടന്നതെന്ന് അറിയാൻ സാധിക്കും. സിമ്പിളായിട്ട് അത് ഓർഡറിലാക്കാൻ പറ്റും. അത് ഇതുവരെ പഠിക്കാത്ത ഒരാളാണെങ്കിലും ഇനിയുള്ള സമയം കൊണ്ട് ഈ ചരിത്രത്തിലെ മുഴുവൻ പ്രീവിയസ് ചോദ്യങ്ങളും ഒരു 10-30 പേജൊക്കെ വരത്തുള്ളൂ. ചരിത്രമായതുകൊണ്ട് ഓരോന്നിനും ഒരു 20 പേജോ 25 പേജൊക്കെ വെച്ച് വരും. ടോട്ടൽ ഇച്ചിരി കൂടുതൽ വരും. ഞാൻ ഒരു ടോപ്പിക്കിന് മാത്രമാണ് 30 പറഞ്ഞത്. കാരണം ചരിത്രം 3 ഉണ്ടല്ലോ, കേരള ചരിത്രം, ഇന്ത്യൻ ചരിത്രം, ലോക ചരിത്രം. അപ്പോൾ അത്രയും വരും. അത് പഠിച്ച ഒരാൾക്കും ഈ ഒരു ഇത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് ആ ഒരു ഉത്തരം കിട്ടും. ഇനി 2ാമത്തെ ചോദ്യം ചരിത്രമാണ്. 2ാമത്തെ ചോദ്യത്തിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അത് കാണുമ്പോൾ തന്നെ, സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ക്വിറ്റ് ഇന്ത്യ സമരം മനസ്സിലേക്ക് വരും. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അത് ശരിയാണെന്ന് ഒറ്റ നോട്ടം തന്നെ മനസ്സിലാകും. പിന്നെ ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്ന 1921 എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഒന്നും ഓർമ്മയില്ലെങ്കിലും ജാലിയൻ വാലാബാഗ് അത്രയും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ദുരന്തമായതുകൊണ്ട് അത് നമ്മൾ എടുത്ത് പഠിക്കുന്ന ഒരു സംഭവമാണ്. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. 19 എന്ന് അത്യാവശ്യം മുൻവർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ച ഒരാൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് തെറ്റാണ് എന്ന് ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. 1 ശരി 2 തെറ്റ്. ബാക്കിയുള്ള ഒന്നും, ഗാന്ധിജിയുടെ നേരെ വധശ്രമം നടന്ന ഒന്നും നമുക്കറിയാൻ മേലെ പോലും ഓപ്ഷൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ 1 ശരിയും 2 തെറ്റുമായിട്ട് ചേരുന്ന ഓപ്ഷൻ ഏതെന്ന് നോക്കുമ്പോൾ അത് C മാത്രമേ ഉള്ളൂ. 1ാമത്തിൽ 1, 2, 3 ശരിയെന്നാണ്, 2 തെറ്റാന്ന് നമുക്കറിയാമല്ലോ. പിന്നെ 1 ശരിയായിട്ട് കൊടുത്തേക്കുന്ന വേറെ ഓപ്ഷൻ ഒന്നുമില്ല, C മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് C മാർക്ക് ചെയ്യാം. ഇതുപോലെ ഈ ഒരു രീതിയിൽ പല സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് 1-2 സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വെച്ച് അറിയാമെന്ന് വെച്ച് മാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് പല രീതിയിൽ ഉത്തരം എഴുതാം. അതുപോലെ മുൻവർഷ ചോദ്യങ്ങളും വെച്ച് ഉത്തരം എഴുതാമെന്നുള്ള ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ വേറൊരു സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ. ചെറിയ
ടോപ്പിക്കുകൾ, എളുപ്പമുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ മുഴുവനായിട്ടും പഠിച്ചു തീർക്കാൻ ശ്രമിക്കണം. അതിനൊരു എക്സാമ്പിളാണ് ഈ കമ്പ്യൂട്ടറൊക്കെ നമ്മൾ തന്നെ കമ്പ്യൂട്ടറിന് മുഴുവൻ സിംഗിൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്ക് തന്നെ ഏകദേശം ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടിക്കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ് എന്ന് പറഞ്ഞൊരു ചോദ്യം ഒന്നും പഠിച്ചില്ലേ പോലും അത്യാവശ്യം മൊബൈൽ യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം KB എന്താണ്, MB എന്താണ്, അത് കഴിഞ്ഞാണ് GB വരുന്നത്. അപ്പോൾ ജിഗാബൈറ്റാണ് അടുത്തതെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ചോദ്യം ജിഗാബൈറ്റ് എന്നറിയാം. പിന്നെ താഴെ തന്നിരിക്കുന്നവയിൽ അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. തെറ്റായിട്ട് കൊടുത്തേക്കുന്ന ഏതാണ്? അവിടെ കൊടുത്തേക്കുന്നത് ഫോട്ടോഷോപ്പ് മാത്രമാണ് തെറ്റായിട്ട് കൊടുത്തേക്കുന്നത്. 1, 3, 4 ഒക്കെ ശരിയാണ്. ബാക്കി ഞാൻ ജസ്റ്റ് വായിക്കുന്നില്ല. ഫോട്ടോഷോപ്പ് അഡോബിൻ്റെയാണ്. അത് ജസ്റ്റ് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം. അല്ലെങ്കിൽ ഒന്നും കമ്പ്യൂട്ടർ അധികം ഉപയോഗിക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ബുള്ളറ്റ് പോയിന്റുകൾ പോലെ പ്രീവിയസ് ചോദ്യങ്ങളും അതുപോലെ ക്യാപ്സുകളും പഠിച്ചവർക്കും ആ ചോദ്യം എഴുതാൻ പറ്റും. 3 മാർക്കാണ് കമ്പ്യൂട്ടറിന്. 3 മേടിക്കാൻ നമുക്ക് പറ്റും. പിന്നെ കൂട്ടത്തിൽ ചേരാത്ത ഏതെന്ന് പറഞ്ഞാൽ ലാൻ, വാൻ, മാൻ, ഇതൊക്കെ പണ്ട് തൊട്ടേ LGS ലെവലിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ക്യാനാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന സെക്ഷനുകളുണ്ട്. അതൊക്കെ നിങ്ങൾ മുഴുവൻ പഠിക്കുക. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അതിൻ്റെ താഴെ തന്നെ കിടക്കുന്ന കറണ്ട് അഫേഴ്സിൽ ഒരു ചോദ്യം എന്ന രീതിയിലാണ് വന്നേക്കുന്നത്. താഴെ പറയുന്നതിൽ മെറ്റ എന്ന കമ്പനിയിൽ ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇത്. നമ്മളൊക്കെ വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണല്ലോ. വാട്സാപ്പിൻ്റെ സൈഡിൽ മെറ്റയുണ്ട്, ഫേസ്ബുക്കിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് മെറ്റാന്ന്, ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈഡിലുണ്ട് മെറ്റാന്ന്. പിന്നെ നമ്മൾ ടെലഗ്രാമിൽ അറിയാൻ മേലും ഇല്ലെങ്കിലും അവിടെ മെറ്റയാണെന്ന് അറിയാൻ മേലും ഇല്ലെങ്കിലും 4 ഓപ്ഷന് ചേരാത്ത ടെലഗ്രാമല്ലേ, അതും കറപ്പിച്ചാൽ മതി. ടെലഗ്രാം റഷ്യൻ ഒരു ആപ്പാണ്, മെറ്റയുടെ കീഴിലല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കോമൺ നോളജ് വെച്ചും കുറേ ചോദ്യങ്ങൾ കിട്ടും. അപ്പോൾ പ്രീവിയസ് ചോദ്യങ്ങളും ഇതുപോലെ നമുക്ക് ജസ്റ്റ് പത്രമൊക്കെ വായിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് നോർമൽ അറിവ് വെച്ചുള്ള ചോദ്യങ്ങളും ഒരുപാട് GKയുടെയും സയൻസിൽ നിന്ന് കിട്ടും. ഒരുപാടെന്ന് പറയുന്നത് 50 കിട്ടുമെന്നൊന്നുമല്ല പറയുന്നത്. എന്തായാലും ഒരു 20 തൊട്ട് 30 മാർക്ക് വരെ ഈ രീതിയിൽ ഇനിയുള്ള സമയം കൊണ്ട് ഓരോ ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും 20 തൊട്ട് 30 മാർക്ക്. 20 തൊട്ട് 30 മാർക്ക് വരെ മാത്രം മേടിച്ചാൽ നമുക്ക് LDC പരീക്ഷ ക്രാക്കിയാൻ പറ്റത്തില്ല. അതിന് വേറെ കുറച്ച് കാര്യങ്ങളോട് പഠിക്കണം. അതിൻ്റെ കാര്യങ്ങളാണ് രണ്ടാമത്തെ സെക്ഷനിൽ വരുന്ന മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സ് എന്നീ സെക്ഷനുകൾ. കറണ്ട് അഫേഴ്സിൻ്റെ മുഴുവൻ കറണ്ട് അഫേഴ്സ് തുടങ്ങുന്ന സിംഗിൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടേതായ രീതി പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടേതായ രീതി പഠിച്ചാൽ മതി. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇച്ചിരി മെനക്കെട്ട് പഠിക്കണം. മലയാളം ഇച്ചിരി ഒന്ന് അർത്ഥവും മര്യാദയൊക്കെ പഠിച്ച് വലിയ കുഴപ്പമില്ലാതെ നോക്കിയാൽ മലയാളത്തെ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും. മലയാളം നമ്മുടെ ഭാഷയായതുകൊണ്ട്. ഇംഗ്ലീഷും നമ്മൾ ഇനിയുള്ള സമയങ്ങൾ നന്നായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആ ടോപ്പിക്ക് എടുത്ത് വെച്ച് അതിൻ്റെ ചോദ്യങ്ങൾ ചെയ്ത് നോക്കണം. അത് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കണം. അത് വെച്ച് നമ്മൾ പഠിക്കണം, ചെയ്ത് തന്നെ പഠിക്കണം. അതുപോലെ തന്നെ മാത്സും പഠിക്കണം. ഇത്രയും ഭാഗം ഈ കറണ്ട് അഫേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 50 മാർക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. ഞാനീ പറഞ്ഞ പോലെ ഓരോ ടോപ്പിക്കിൻ്റെയും ബുള്ളറ്റ് പോയിന്റുകളായിട്ട് മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻറ്റ്സും അടങ്ങുന്ന PDF-ഉം അതുപോലെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിലേക്ക് ആവശ്യമുള്ള വീഡിയോ ക്ലാസ് നോട്ട്സും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ചെറിയൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ LDC കോഴ്സിന് മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ. കോഴ്സ് മേടിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പഠിക്കാൻ പറയുന്ന ഒരു പഠന രീതി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇനിയുള്ള സമയം കൊണ്ട് മുൻവർഷ ചോദ്യങ്ങൾ നന്നായിട്ട് ഓരോ ടോപ്പിക്കിനെ പഠിക്കുക. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സ് പക്കായിട്ട് പഠിച്ചു പോവുക. അങ്ങനെ പഠിച്ചാൽ ഒരു ടാക്റ്റിക്കലായിട്ട് പരീക്ഷ എഴുതിയാൽ ഇനിയുള്ള സമയവും കൊണ്ടും നമുക്ക് ജോലി നേടാൻ സാധിക്കും. ഇതാണ് ഇനിയുള്ള ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ഇത് കൂടാതെ തന്നെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ചോദ്യപേപ്പറിലുണ്ട്. എല്ലാം ഞാനിപ്പം ചെറിയൊരു വീഡിയോ ആണ് വിശദീകരിക്കുന്നത്. ഇഷ്ടം പോലെ താഴെ പറയുന്ന പോലെ യഥാർത്ഥ ലൈനി ഏതെന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റായിട്ട് കിട്ടുന്ന ചോദ്യങ്ങൾ, സൂര്യനെയും ബാഹ്യവലയങ്ങളുടെ കുറിച്ച് പഠിക്കാൻ അങ്ങനെ കുറച്ച് പെട്ടെന്ന് ആദ്യത്തെ L1ടെയൊക്കെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് കിട്ടുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. മുൻവർഷ ചോദ്യങ്ങളൊക്കെ പഠിച്ചിരുന്നെങ്കിൽ, കറണ്ട് അഫേഴ്സും പഠിച്ചിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെ പഠിച്ചാൽ തീർച്ചയായിട്ടും ക്രാക്ക് സാധിക്കും. താല്പര്യമുള്ളവർ ഈ രീതിയിൽ പഠിച്ചു പോവുക. കോഴ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ LDC കോഴ്സിന് മെസ്സേജ് അയച്ചാൽ മതി. ആ കോഴ്സിൽ ഞാൻ പറഞ്ഞ പോലെ ഓരോ ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. അത് പക്കായിട്ട് പഠിച്ചു പോയാൽ മതി. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.